ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. നേടാം HSAയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 മെത്തഡോളജിയിൽ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് എന്ന ടോപ്പിക്കിൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ബ്രൂണർ ആണ് കേട്ടോ. അപ്പോൾ ബ്രൂണറുടെ തിയറിയും അതുമായി ബന്ധപ്പെട്ട മെത്തഡോളജി ഭാഗത്ത് നിങ്ങൾക്ക് നമ്മുടെ കരിക്കുലത്തിൽ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വരുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 3-4 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുക, കാണുക കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പൊതുവേ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ അത് നമ്മുടെ NCFുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. നമ്മൾ ഡിസ്കവറി ലേണിംഗ് നമ്മൾ ക്ലാസ് റൂമിൽ പ്രൊമോട്ട് ചെയ്യണം, അതുപോലെ തന്നെ ലേണിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കണം, കരിക്കുലം ഷുഡ് ബി സ്പൈറൽ ആയിരിക്കണം എന്ന് ചില വാക്കുകളൊക്കെ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ NCFുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കരിക്കുലമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്തൊക്കെ കേൾക്കുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ബ്രൂണറുടെ ആശയങ്ങളാണ് കേട്ടോ. അപ്പോൾ നോക്കാം. പെർഹാപ്സ് യു ഹാവ് ഹിയർഡ് ടീച്ചേഴ്സ് സേ വി ഷുഡ് എംഫസൈസ് ഡിസ്കവറി learning in the classroom, or learning should move from simple to complex, or the curriculum should be spiral in nature. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കേട്ടിട്ടുണ്ടാവും വി ഷുഡ് എംഫസൈസ് ഡിസ്കവറി ലേണിംഗ് ഇൻ ദ ക്ലാസ് റൂമിൽ ഡിസ്കവറി ലേണിങ്ങിന് എംഫസൈസ് ചെയ്യണം. ലേണിംഗ് ഷുഡ് എങ്ങനെയായിരിക്കണം, സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലായിരിക്കണം പോവേണ്ടത്. ദെൻ കരിക്കുലം എന്തായിരിക്കണം, സ്പൈറൽ ആയിരിക്കണം എന്നൊക്കെ അല്ല. ദീസ് ആർ ദ സം ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ദ ടീച്ചേഴ്സ് ഇൻ ക്ലാസ് റൂംസ് നൗഡേയ്സ്. ഇപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഇത് അല്ലേ, വിച്ച് ഹാവ് ബീൻ ഫൗണ്ട് ടു ബി ഹൈലി ഇഫക്റ്റീവ് ആൻഡ് ഹാവ് ഗ്രേറ്റ് അക്സെപ്റ്റൻസ് ഇൻ ദ സ്കൂൾസ്. അപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ളതും തന്നെ അതുപോലെ തന്നെ ഗ്രേറ്റ് അക്സെപ്റ്റൻസും നേടിയ സംഭവങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അല്ലേ. ഈ ഒരു ദിസ് ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്ട്രാറ്റജീസ് were first proposed by Jerome S. Bruner, who is among the best known and most influential American psychologist of the 20th century. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ആദ്യം പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് ജെറോം എസ് ബ്രൂണർ. ബ്രൂണറുടെ ആശയങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതായത് സ്പൈറൽ കരിക്കുലമും സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലായിരിക്കണം ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്കവറി ലേണിംഗ് എല്ലാം ക്ലാസ് റൂമിൽ എംഫസൈസ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് എല്ലാം തന്നെ എല്ലാ ആശയങ്ങളും നമ്മുടെ ബ്രൂണറുടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് ഇംപ്ലിക്കേഷൻസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ബ്രൂണറിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രൂണറിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. അപ്പോൾ നമ്മൾ K3 എല്ലാം പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണ പ്രക്രിയ നടക്കുന്നത് ഈ ഒരു 3 സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ശിശു അല്ലെങ്കിൽ കുട്ടി കാര്യങ്ങളെല്ലാം കായിക പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുന്ന ഒരു സ്റ്റേജാണ് അല്ലേ. മോട്ടോർ റെസ്പോൺസസ് ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്ന സ്റ്റേജാണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ വാക്ക് പോലെ തന്നെ ഐക്കൺസ് ത്രൂ മെൻറ്റൽ പിക്ചേഴ്സിലൂടെ അല്ലെങ്കിൽ സെൻസറി ഇമേജസിലൂടെ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്, കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു കാലഘട്ടമാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് കായിക പ്രവർത്തനത്തിൽ നിന്ന് മാറി എന്തായിരുന്നു പിക്ചേഴ്സിലൂടെയെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഈ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി, അതായത് നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആസ് പെർ നമ്മുടെ ബ്രൂണർ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറച്ച് ഹയസ്റ്റ് ലെവലായിട്ട് വരുന്ന ഒരു സ്റ്റേജാണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടി എന്താണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവൊക്കെ വരുന്നത് സിംബോളിക് സ്റ്റേജിൽ വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ അബ്സ്ട്രാക്റ്റ് സിമ്പിൾസ് യൂസ് ചെയ്യണം, ഫോം ഓഫ് വേർഡ്സും ലാംഗ്വേജസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ് ഈ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ K3 ഈ 3 കാര്യം നമ്മൾ കറക്റ്റായിട്ടുള്ള ഓർഡർ എന്നെങ്കിലും നമ്മൾ കറക്റ്റായി പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ഇതാണ് ബ്രൂണറുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജസ് ജസ്റ്റ് നിങ്ങൾക്ക് മെത്തഡോളജി പഠിക്കുന്ന സമയത്ത് നമ്മുടെ തിയറിയിൽ വരുന്ന മെയിൻ പാർട്സ് നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചിങ്ങിൽ ഏതൊക്കെ രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേജസ് പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നോക്കാം. ബ്രൂണർ ഹാഡ് ആൾസോ സജസ്റ്റഡ് 3 ways ഓഫ് തിങ്കിങ് ഓർ റെപ്രസെൻറ്റിംഗ് നോളജ് ഇൻ അവർ മൈൻഡ് വിച്ച് ഡെവലപ്പ് വിത്ത് ഏജ്. അപ്പോൾ ഏജിനനുസരിച്ച് നമ്മുടെ മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ മോഡ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് 3 വേസിലേക്ക് 3 സ്റ്റേജസിലൂടെ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു ബ്രൂണർ, ആസ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് വിത്ത് ഏജ്, ചിൽഡ്രൻ ഡെവലപ്പ് മോർ കോംപ്ലക്സ് വേ ഓഫ് തിങ്കിങ്. ബ്രൂണർ പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്താണ്, ഏജിനനുസരിച്ച് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ എന്ത് സംഭവിക്കുന്നു, മോർ കോംപ്ലക്സ് ആയിട്ടുള്ള വേസ് ഓഫ് തിങ്കിങ് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ.
അപ്പോൾ അതും ഇനാക്റ്റീവ് മോഡ് ഓഫ് തിങ്കിങ്, അതായത് ഇനാക്റ്റീവ് സ്റ്റേജിൽ വരുന്നതാണ് ഇനാക്റ്റീവ് മോഡ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഡോമിനൻറ്റ് ഇൻ ബേബീസിലായിരിക്കില്ല. അപ്പോൾ ചിൽഡ്രൻ ലേൺ ത്രൂ എങ്ങനെയായിരിക്കും, ആദ്യം ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ ആക്ഷൻസിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഐക്കോണിക് മോഡ് ഓഫ് തിങ്കിങ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് അവിടെ എന്താ വരുന്നത്, നമ്മുടെ ഐക്കോണിക് സ്റ്റേജിൽ വരുന്നതാണ് ഐക്കോണിക് മോഡ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1 to 6 years ഏജ് ഗ്രൂപ്പിലാണ് ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. ചിൽഡ്രൻ ആർ ഏബിൾ ടു ലേൺ ത്രൂ പിക്ചേഴ്സ്. അപ്പോൾ കുട്ടികൾ പിക്ചേഴ്സിലൂടെയും മോഡൽസിലൂടെയും ഡയഗ്രാംസിലൂടെയും എല്ലാം കാര്യങ്ങൾ ലേൺ ചെയ്യാൻ കാപ്പബിലിറ്റി ഉണ്ടാവുന്ന ഒരു സ്റ്റേജാണ്. ദേ നീഡ് നോട്ട് ആക്ട് ഓൺ റിയൽ ഒബ്ജക്ട്സ് ടു ലേൺ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ടൊരു ആക്ടിവിറ്റീസ് വേണം എന്നില്ല, പകരം അവർക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മളിപ്പോൾ എന്തെങ്കിലും ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെ തന്നെ കാര്യം പറഞ്ഞു കൊടുക്കണമെന്നില്ല. അവർക്ക് നമ്മളത് ഓറലി അല്ലെങ്കിൽ നമ്മൾ പിക്ചേഴ്സിലൂടെ ഒക്കെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ഐക്കോണിക് മോഡ് ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സിംബോളിക് മോഡ് ഓഫ് തിങ്കിങ് വരുന്നത്. നമ്മുടെ സിംബോളിക് സ്റ്റേജിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിലെന്താണ്, ഡെവലപ്സ് അറൗണ്ട് ദി ഏജ് ഓഫ് 7 years. അപ്പോൾ 7+ ഇത് ഏകദേശം പറയുന്നത്. ദ ചൈൽഡ് ഈസ് ഏബിൾ ടു മേക്ക് യൂസ് ഓഫ് സിമ്പിൾസ്. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് കുട്ടികൾ സിമ്പിൾസ് സച്ചസ് എന്താണ് നല്ല രീതിയിൽ വേർഡ്സ് ലാംഗ്വേജസ് യൂസ് ചെയ്യണം, മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ലേൺ ചെയ്യാൻ, അതുപോലെ തന്നെ കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ്. അപ്പോൾ ഈ ഒരു 3 types അല്ലെങ്കിൽ 3 modes ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏജ് വൈസിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നേക്കുന്നത്. എന്നിരുന്നാലും ഇത് 7 years and above കൂടി ഇത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഓൾ ദീസ് വേസ് ഓഫ് തിങ്കിങ് ആർ പ്രസൻറ്റ് ഇൻ ചിൽഡ്രൻ 7 years and above. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്താൽ മതി. മെയിനായിട്ട് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആസ് പെർ ബ്രൂണർ എന്താണ് ഇനാക്റ്റീവ് സ്റ്റേജ്, അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. മോട്ടോർ റെസ്പോൺസസ് അല്ലെങ്കിൽ ആക്ഷൻസിലൂടെയാണ്. ദെൻ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ സെൻസറി ഇമേജസിലൂടെ അല്ലെങ്കിൽ മെൻറ്റൽ പിക്ചേഴ്സിലൂടെയാണ് ലേൺ ചെയ്യുന്നത്. ദെൻ സിംബോളിക് സ്റ്റേജ് ആകുമ്പോൾ കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സിമ്പിൾസും ഫോം ഓഫ് വേർഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉള്ള സ്റ്റേജാണ് സിംബോളിക് സ്റ്റേജ്. ഓക്കെ ആണല്ലോ. ഇതാണ് മെയിനായിട്ട് തിയറിറ്റിക്കൽ ബേസിക്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മുടെ HSA ലെവലിൽ ആ ഒരു മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യം നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ബ്രൂണർ തിയറി നോക്കാം. Brunner has suggested various teaching methods and strategies which have great acceptance in schools worldwide. Worldwide നമ്മുടെ ബ്രൂണർ കൺസെപ്റ്റ് ടീച്ചിങ് മെത്തേഡ്സും സ്ട്രാറ്റജീസ് എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന മെയിനായിട്ട് പറയുന്ന 4 കാര്യങ്ങൾ നോക്കാം. ചിൽഡ്രൻ ഷുഡ് ലേൺ ബൈ ഡിസ്കവറിങ്, ഓൾസോ റെഫർ ടു ആസ് ഡിസ്കവറി ലേണിംഗ്. അപ്പോൾ ഡിസ്കവറി ലേണിംഗ് ആണ് മെയിനായിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കുട്ടികൾ എന്താണ്, ചിൽഡ്രൻ ഷുഡ് ലേൺ ബൈ ഡിസ്കവറിങ്ങിലൂടെ കണ്ടെത്തലിലൂടെ അവർ പഠിക്കുന്നു. മീൻസ് കണ്ടെത്തൽ ഡിസ്കവറി ലേണിംഗ് ആണ് അവിടെ വരുന്നത്. ദെൻ എ കൺസെപ്റ്റ് ഷുഡ് ബി തോട്ട് ഇൻ ഇനാക്റ്റീവ് ഫോം, ദെൻ ഐക്കോണിക് ഫോം ആൻഡ് ദെൻ ഫൈനലി ഇൻ സിംബോളിക് ഫോം ഫോർ മോസ്റ്റ് ഇഫക്റ്റീവ് ലേണിംഗ്. അപ്പോൾ നല്ലൊരു ഇഫക്റ്റീവ് ലേണിംഗ് ആവണമെങ്കിൽ ആദ്യം ഒരു കൺസെപ്റ്റ് എങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ കുട്ടികളും ഈ പറഞ്ഞ പോലെ ഇനാക്റ്റീവ് സ്റ്റേജും ഐക്കോണിക് സ്റ്റേജും സിംബോളിക് സ്റ്റേജസിലൂടെയും കടന്നു വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു കൺസെപ്റ്റ് ആദ്യം ഇനാക്റ്റീവ് ഫോമിൽ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ഫോമിൽ പഠിപ്പിക്കണം. അതിനുശേഷം ആയിരിക്കണം ഐക്കോണിക് ഫോം, ദെൻ അതിനുശേഷം എന്തായിരിക്കണം സിംബോളിക് ഫോം ആവുന്ന സമയത്ത് കുറച്ചും കൂടി എന്തായിരിക്കും ഇഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അവിടെ നടക്കും എന്നാണ് പറയുന്നത്. ദെൻ കരിക്കുലം ഷുഡ് ബി എന്തായിരിക്കണം, സ്പൈറൽ ആയിരിക്കണം ആൻഡ് മൂവ് ഗ്രാജുവലി കണക്റ്റിംഗ് ദ ലേണിംഗ്. അപ്പോൾ ഓരോരോ കാര്യം കണക്ട് ചെയ്ത് സ്പൈറൽ കരിക്കുലം ആണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. ദെൻ ലേണിംഗ് ഷുഡ് മൂവ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. അപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ബ്രൂണറുടെ ആശയമാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് പോകാം. കാരണം ഇതൊക്കെയാണ് എക്സാമിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഡിസ്കവറി ലേണിംഗ് ഒക്കെ പറയുന്നത്. അപ്പോൾ നോക്കാം. ദ സെൻട്രൽ ആസ്പെക്ട് ഓഫ് ബ്രൂണേഴ്സ് തിയറി ഈസ് ഡിസ്കവറി ലേണിംഗ്. അപ്പോൾ നമ്മുടെ ഒരു ബ്രൂണർ മെയിനായിട്ട് വരുന്ന എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസിൽ പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന സംഭവം ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ബ്രൂണർ ഹോൾഡ്സ് ദാറ്റ് ചിൽഡ്രൻ ലേൺ ത്രൂ ഫൈൻഡിങ് ഔട്ട് ഫോർ ദംസെൽഫ്. അപ്പോൾ ബ്രൂണർ പറയുന്നത് കുട്ടികൾ സ്വയം കണ്ടെത്തി അവർക്ക് അതിൽ നിന്നും നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ടു ഡിസ്കവർ means to find out or learning by doing. ഡിസ്കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കണ്ടെത്തുക. ടു ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്. അപ്പോൾ അവർ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് അവർ കുറേ കാര്യങ്ങൾ കൂടുതലായി പഠിക്കുന്നു എന്നാണ് പറയുന്നത്. ദസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ഹിസ് തിയറി ഈസ് quite similar to Piaget's theory that children construct knowledge by interacting with the environment. അപ്പോൾ നമ്മൾ പിയാഷയുടെ തിയറി പോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു പറയുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിന് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. ദെൻ ബ്രൂണർ ഹോൾഡ്സ് ദാറ്റ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ടീച്ചിങ് ചിൽഡ്രൻ ഈസ് വൺ ഇൻ വിച്ച് ചിൽഡ്രൻ ആർ അലൗഡ് ടു ആക്ട് ഓൺ ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് തിങ്സ് ഫോർ ദംസെൽവ്സ്. അപ്പോൾ ബ്രൂണർ പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ടീച്ചിങ്ങിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം,
കുട്ടികളെ ഒരു തൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്യാൻ അനുവദിക്കുന്ന സമയത്താണ് അവരതിന് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക. അങ്ങനെയാണ് അവർ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ദിസ് ഹെൽപ്സ് ജം ടു ഡെവലപ്പ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺസ്ട്രക്ട് കൺസെപ്റ്റ്. അപ്പോൾ ഇത് എന്തിനു സഹായിക്കും? അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ കൺസെപ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനും സഹായിക്കുന്നു. ചിൽഡ്രൻ ഡു നോട്ട് റിയലി ലേൺ വെൻ they are simply told something without being given the opportunity to check out for themselves. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ഓറലി പറയുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ അവർ ഒരു റിയൽ ഹാൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരൊരു കാര്യത്തിൽ ഇൻവോൾവ് ആവാതെ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു സിംപ്ലി പറയുന്നത് കൊണ്ട് അവർ കാര്യമായിട്ട് ഒന്നും ലേൺ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ചിൽഡ്രൻ ഷുഡ് ബി ഗിവൻ എ ചാൻസ് ടു ഫൈൻഡ് ഔട്ട് ഫോർ ദംസെൽസ്. അപ്പോൾ എന്തിനാണ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവർക്കൊരു ചാൻസ് കൊടുക്കണം അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി അക്സെപ്റ്റിംഗ് ദ ടീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ടീച്ചർ പറയുന്ന കാര്യം സിംപ്ലി അക്സെപ്റ്റ് ചെയ്യാതെ അവർക്കൊരു ചാൻസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്താണ് അവർ ശരിക്കും ലേൺ ചെയ്യുന്നത്, കറക്റ്റായിട്ട് അവരൊരു എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള കാര്യം അവിടെ വരുന്നത് അല്ലേ? ഹൗ ക്യാൻ ചിൽഡ്രൻ ഫൈൻഡ് നോളജ് ഓൺ ദെയർ ഓൺ? അപ്പോൾ ചോദിക്കാൻ എങ്ങനെയാണ് കുട്ടികൾ നോളജ് അവരെ സ്വയം തന്നെ ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്തുന്നത്? എക്സ്പ്ലോറിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ് അല്ലേ? നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് ആൻഡ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ഓൺ ദെയർ ഓൺ ഹെൽപ്സ് ഇൻ നോളജ് കൺസ്ട്രക്ഷൻസ്. അപ്പോൾ അവർ തന്നെ ക്വസ്റ്റ്യൻ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന സമയത്താണ് അവർ ശരിക്കും അവർ നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ദ ഐഡിയ ഈസ് ദാറ്റ് സ്റ്റുഡൻസ് ആർ മോർ ലൈക്ലി ടു റിമെമ്പർ ദ കൺസെപ്റ്റ്സ് ദേ ഡിസ്കവർ ഓൺ ദെയർ ഓൺ. അപ്പോൾ അവർ പറയുന്നത് മെയിനായിട്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അവർ ഒരു ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ലേണിംഗ് ബൈ ഡൂയിങ്ങിൽ ഇൻവോൾവ് ആവുന്ന സമയത്താണ് അവർക്ക് ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന അവർ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നമ്മുടെ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിസ്കവറി ലേണിങ്ങിൻ്റെ ആ ഒരു അപ്രോച്ചിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സം ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡിസ്കവറി ലേണിംഗ് ആർ ദ ഫോളോയിങ്. ആസ് യു ക്യാൻ make out these benefits are possible because the children get an opportunity to do things for themselves. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഇൻക്രീസസ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കവറി ലേണിങ്ങിലൂടെ കുട്ടികൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കൂടുന്നു. ദെൻ ഇറ്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ ടു ലേൺ. അപ്പോൾ അവർ സ്വയമായിട്ട് ഇൻവോൾവ് ആവുന്ന അവർക്ക് പിന്നെയും ലേൺ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഇൻക്രീസ് ആവും. ഇറ്റ് ഹെൽപ്സ് ഇൻ റിമെമ്പറിങ് ദ കൺസെപ്റ്റ് ഫോർ എ ലോങ്ങർ ടൈം. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല അല്ലേ? സോ അവർ ലോങ്ങർ ടൈമിൽ അത് അവർ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഇൻ ജനറലൈസിങ് ദ കൺസെപ്റ്റ് ടു എവറിഡേ സിറ്റുവേഷൻസ്. അവർ എവറിഡേ സിറ്റുവേഷൻസിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണോ അതിനെ ജനറലൈസ് ചെയ്ത് അവർ ലൈഫിലോട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാനും എല്ലാം തന്നെ ഇത് ഹെൽപ്ഫുൾ ആവും. ഇറ്റ് എൻഹാൻസസ് ഇമാജിനേഷൻ. അവർ ഇമാജിനേഷൻ പവർ കൂട്ടാൻ സഹായിക്കും. ഇറ്റ് മേക്സ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഇൻറ്ററാക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമുക്കറിയാം ഒരു ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിലൂടെ കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതേസമയം നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ ഓറലി പറയുവാണെങ്കിൽ അവർക്ക് ഒരിക്കലും എന്തുണ്ടാവുന്നില്ല, ഇൻട്രസ്റ്റഡ് ആവണം എന്നില്ല അല്ലേ? സോ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്തായിരിക്കും? ഇൻറ്ററാക്റ്റീവ് ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ദ മെത്തേഡ് ഓഫ് ഡിസ്കവറി ലേണിംഗ് ഇസ് ദ ഓപ്പോസിറ്റ് ഓഫ് ട്രഡീഷണൽ ടീച്ചിങ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഡിസ്കവറി ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ ടീച്ചിങ് ലെക്ചർ മെത്തേഡിൽ നിന്നും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. വേർ ദ ടീച്ചർ ഗിവ് എ ലെക്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്റ് സിംപ്ലി. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ടീച്ചർ എന്ന് വെച്ചാൽ ജസ്റ്റ് അങ്ങോട്ട് ലെക്ചർ എടുക്കുക അല്ലെങ്കിൽ മീൻസ് ക്ലാസ്സസ് അല്ലെങ്കിൽ പറയുക, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്കൊരു റിയൽ ഹാൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ അങ്ങനെ വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ടീച്ചർ പറയുന്നു, കുട്ടികളത് കേൾക്കുന്നു, അതങ്ങനെ പഠിക്കുന്നു. അതാണ് നമ്മുടെ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്. സോ ഇതങ്ങനെയല്ല. അപ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഒരു ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജസ്റ്റ് ഈ ഒരു പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇറ്റ് ഇൻക്രീസസ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇറ്റ് ഇൻക്രീസസ് മോട്ടിവേഷൻ ടു ലേൺ ആണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ റിമെമ്പറിങ് ദ കൺസെപ്റ്റ് ഫോർ എ ലോങ്ങർ ടൈം. അതുപോലെ തന്നെ ജനറലൈസിങ് ദ കൺസെപ്റ്റ് ടു എവറിഡേ സിറ്റുവേഷനിലെല്ലാം ജനറലൈസ് ചെയ്യാൻ ഹെൽപ്പ് ആക്കും. ദ എൻഹാൻസസ് ഇമാജിനേഷൻ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇൻറ്ററാക്റ്റീവും ഇൻട്രസ്റ്റിംഗ് ആക്കാനും സഹായിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഡിസ്കവറി ലേണിംഗ് ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അക്കോർഡിംഗ് ടു ബ്രൂണോ ഡിസ്കവറി ലേണിംഗ് ക്യാൻ ബി 2 ടൈപ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് അൺഗൈഡഡ് ഡിസ്കവറിയും ഉണ്ട്, ഗൈഡഡ് ഡിസ്കവറിയും ഉണ്ട്. അപ്പോൾ അൺഗൈഡഡ് എന്ന് വെച്ചാൽ ആ വാക്ക് പോലെ തന്നെ വെൻ ചിൽഡ്രൻ ആർ ലെഫ്റ്റ് ബൈ ദംസെൽസ് വിത്ത് സം പ്ലേ മെറ്റീരിയൽസ് ദേ വിൽ യൂസ് ഇറ്റ് ആൻഡ് ഇൻ ദ പ്രോസസ് ഡിസ്കവർ സംതിങ്. അപ്പോൾ അവർ സമയത്ത് എന്തെങ്കിലും ഒരു മെറ്റീരിയൽസും ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റോ ആയിട്ട് അവർ സമയത്ത് കണ്ടെത്തുകയാണ്. അത് മറ്റുള്ളൊരു അസിസ്റ്റൻസും ഒന്നും ഇല്ലാതെ തന്നെ സ്വന്തം ആ ഒരു കാര്യത്തിൽ നിന്നും എന്തെങ്കിലും നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ അൺഗൈഡഡ് ഡിസ്കവറി എന്ന് പറയുന്നത്. ദെൻ ഗൈഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ ഗൈഡഡ് ഡിസ്കവറി ദ ടീച്ചർ
പ്രൊവൈഡ് സം ഡിറക്ഷൻസ്. അപ്പോൾ ഗൈഡഡ് ഡിസ്കവറി നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഡിറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് ടീച്ചർ കൊടുക്കുകയാണ് അല്ലേ. ദ ടീച്ചർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ടു സോൾവ് എ പ്രോബ്ലം, ബട്ട് she or he provides the students with some interesting problem to solve and the appropriate materials. അപ്പോൾ ടീച്ചർ ഡയറക്റ്റായിട്ട് എങ്ങനെ ഇത് സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഗൈഡൻസ് അല്ലേ, അതാണ് ഗൈഡഡ് ഡിസ്കവറി എന്ന് പറഞ്ഞത്. സോ അൺഗൈഡഡ് ഡിസ്കവറി ഉണ്ട്, ഗൈഡഡ് ഡിസ്കവറി ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ഉണ്ട്. അൺഗൈഡഡ് ഒറ്റയ്ക്ക് തന്നെ കേട്ടോ, ഫുള്ളി ഒറ്റയ്ക്ക്. ദെൻ ഗൈഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു അസിസ്റ്റൻസ് എന്ന് കണക്കാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ടീച്ചർ പ്രൊവൈഡ് സം ഡിറക്ഷൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൂണർ ഡിസ്കവറി ലേണിങ്ങുമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ടീച്ച് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ആശയമാണ് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളത്. ദ എബോവ് ഐഡിയാസ് ഓഫ് ബ്രൂണർ എംഫസിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ദാറ്റ് ലേണിംഗ് പ്രൊസീഡ്സ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ടു ടീച്ച് എ കൺസെപ്റ്റ് ടു എ ചൈൽഡ് വി ഷുഡ് ഫസ്റ്റ് ടീച്ച് ഇറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം ആൻഡ് ദെൻ ഗ്രാജുവലി ടീച്ച് ഇറ്റ് ഇൻ ദ ഫുൾ കോംപ്ലക്സ് ഫോം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ സിംപ്ലർ ഫോമിലായിരിക്കണം ആദ്യം നമ്മളത് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം വേണം അതിൻ്റെ മോർ കോംപ്ലിക്കേറ്റഡ് ലെവലിലോട്ട് പോകാൻ. ദ സക്സസ് ദ ചൈൽഡ് എക്സ്പീരിയൻസ് വെൻ ഷീ ഈസ് ഏബിൾ ടു ലേൺ ദ സിംപ്ലർ ടാസ്ക് motivates her to learn further and builds her self confidence. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ആദ്യം സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ പോകുമ്പോൾ സിംപ്ലർ ഫോമിലാകുമ്പോൾ കുട്ടിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അതിൽ നിന്ന് കുട്ടി എന്താകും, സന്തോഷം, ഹാപ്പി ആവും. സോ പിന്നെയും ലേൺ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കുട്ടികളിൽ ഉണ്ടാകും. അപ്പോൾ അതുമൂലം അവർക്കുള്ള സെൽഫ് കോൺഫിഡൻസ് എല്ലാം ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇഫ് യു ബിഗിൻ വിത്ത് എ ടാസ്ക് വിച്ച് ഈസ് ടു കോംപ്ലക്സ് ആൻഡ് ബിയോണ്ട് ദ എബിലിറ്റി ഓഫ് ദ ചൈൽഡ്, ഷീ മേ എക്സ്പീരിയൻസസ് ഫ്രസ്ട്രേഷൻസ് ഓർ ഫീൽ. അപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ആ ഒരു ലെവലിൽ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ എബിലിറ്റി വെച്ച് നോക്കുക, അല്ലെങ്കിൽ ആ ഒരു ഏജ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, അതെന്തായാലും കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ എന്ത് സംഭവിക്കും, അവിടെ കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. സോ അതുമൂലം അത് കൊണ്ട് തന്നെ കുട്ടി എന്താവും, അതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് മൊത്തം ആ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് പോവും, പിന്നീട് കുട്ടിക്ക് ലേൺ ചെയ്യാനുള്ള ഇൻട്രസ്റ്റും പോവും അല്ലേ. സോ ഇൻ സച്ച് എ സിറ്റുവേഷൻ ഷീ മേ ഗീവ് അപ്പ് ലേണിംഗ് ഓഫ് ടാസ്ക് ദാറ്റ് ഈസ് ആൾ ടുഗദർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് ആദ്യം എന്താണ് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതി. അപ്പോൾ സിമ്പിളായി പഠിക്കുന്ന സമയത്ത് അവർ കുറച്ച് സക്സസ് ചെയ്യുന്ന സമയത്ത് അവരെന്തായാലും ഹാപ്പി ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെയും പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാകും. സോ ലെറ്റ് ചിൽഡ്രൻ എക്സ്പീരിയൻസ് സക്സസ് വൈൽ ലേണിംഗ്. ഫസ്റ്റ് അവർ എന്ത് ചെയ്യട്ടെ, ലേണിങ്ങിൽ ലേൺ ചെയ്യുന്ന സമയത്ത് ആ സക്സസ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ദെൻ ദിസ് വിൽ ബിൽഡ് അപ്പ് ദെയർ സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ കൺസെപ്റ്റ് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലാണ് കൊടുക്കുന്ന സമയത്ത് കൺസെപ്റ്റും കുറച്ചും കൂടി പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും സഹായിക്കും. അതേസമയം കുട്ടിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസും കൂടി റൈസ് ആവും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കും. അടുത്താണ് നമ്മുടെ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ. എനി സബ്ജക്റ്റ് ക്യാൻ ബി തോട്ട് ഇഫക്റ്റീവ്ലി ഇൻ സം ഇൻ്റലക്ച്വലി ഹോണസ്റ്റ് ഫോം ടു എനി ചൈൽഡ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു വാക്കാണ്, ഏതൊരു സബ്ജക്റ്റും നമുക്ക് നല്ല ഇൻ്റലക്ച്വലി ഹോണസ്റ്റ് ഫോമിൽ നമ്മൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ കുട്ടീനെ ഏത് സ്റ്റേജ് അല്ലെങ്കിൽ ഏതൊരു സമയത്തും കുട്ടീനെ നമുക്ക് ഏതൊരു കാര്യവും പഠിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, എനി സബ്ജക്റ്റ് ക്യാൻ ബി തോട്ട് ഇഫക്റ്റീവ്ലി, ഏത് സബ്ജക്റ്റ് നമുക്ക് ഇഫക്റ്റീവായിട്ട് പഠിപ്പിക്കാൻ പറ്റും. എങ്ങനെയായിരിക്കണം, ഇൻ സം ഇൻ്റലക്ച്വലി ഹോണസ്റ്റ് ഫോം ടു എനി ചൈൽഡ്, ഏതൊരു കുട്ടിയെയും അറ്റ് എനി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഏതൊരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലും നമുക്കൊരു കുട്ടീനെ ഏതൊരു കാര്യം പഠിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്, ഒരു ഇൻ്റലക്ച്വലി ഹോണസ്റ്റ് ഫോം നമ്മൾ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. ഇഫ് ദ പ്രോപ്പർ ടെക്നിക് ഫോക്കസിങ് ഓൺ ദ ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ് ലെവൽ ഈസ് യൂസ്. അപ്പോൾ കുട്ടീൻ്റെ ആ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ലെവലിൽ നോക്കിയിട്ട് പറ്റിയ ഒരു പ്രോപ്പർ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഏതൊരു കാര്യം നമുക്ക് ഏതൊരു സമയത്തും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു ബ്രൂണർ, educators very often do the mistake of postpone the teaching of concept considering them too difficult for the child. അപ്പോൾ ചില സമയത്ത് ഇദ്ദേഹം പറയുന്നത്, നമ്മൾ ചില സമയത്ത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട് കുട്ടിക്ക് ഇത് കിട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ട് എന്ന രീതിയിൽ നമ്മൾ അതിനെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാറുണ്ട്. ബട്ട് ഓൾ കൺസെപ്റ്റ് ക്യാൻ ബി
ക്യാൻ ബി തോട്ട് ടു ചിൽഡ്രൻ ഇൻ സം ഫോം ഓർ ദ അതർ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് കരുതി നമ്മൾ അതിനെ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏത് വേണമെങ്കിൽ ഏത് സമയത്തും പഠിപ്പിക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. അലോങ് വിത്ത് ഹി എംഫസിസ് ദാറ്റ് ടീച്ചേഴ്സ് ഷുഡ് റിവൈസ് ഇറ്റ് കൺസെപ്റ്റ് ദാറ്റ് ഹാവ് ബീൻ പ്രീവിയസ്ലി ലേൺ ബൈ ദ ചൈൽഡ് ഇൻ ഓർഡർ ടു റീഇൻഫോഴ്സ് ഇറ്റ് ആൻഡ് ദെൻ ടീച്ച് ഇറ്റ് ഇൻ എ കോംപ്ലക്സ് സം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു കാര്യം പഠിപ്പിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയുടെ ആ പ്രീവിയസ് നോളേജ് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യുക, നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, കോംപ്ലക്സ് ഫോമിലോട്ട് പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതിനാണ് ഇദ്ദേഹം പറയുന്ന വാക്കാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന കൺസെപ്റ്റ് കേട്ടോ. ദിസ് ഇസ് ദ മീനിങ് ഓഫ് ദ സ്പൈറൽ കരിക്കുലം, ദാറ്റ് ഈസ് എ കരിക്കുലം ഇൻ വിച്ച് the concept are taught repeatedly, building them from simple to complex form until the students has grasped the concept fully. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കരിക്കുലത്തിൽ ഓരോ കൺസെപ്റ്റും സിമ്പിൾ ടു കോംപ്ലക്സ് ഫോമിൽ കറക്റ്റായിട്ട്, അതായത് ഒന്ന് ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്നിങ്ങനെ രീതിയിൽ പോകുന്നതിനാണ് നമ്മൾ സ്പൈറൽ കരിക്കുലം. അതായത് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യം നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ അടുത്ത ഫോമിലോട്ട് പോകുന്നു അല്ലേ. ആ രീതിക്ക് അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ ടീച്ചിങ് അപ്രോച്ച് in which each concept or subject or skill is taught again and again at intervals. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ ഉദ്ദേശിക്കുക എന്താണ്, ഇറ്റ് ഈസ് എ ടീച്ചിങ് അപ്രോച്ച് ഇൻ വിച്ച് ഈച്ച് കൺസെപ്റ്റ് ഓർ സബ്ജക്റ്റ്, ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിൽ ഈസ് തോട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പോൾ എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് അത് പർട്ടിക്കുലർ ഇൻ്റർവെൽസിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കലാണ്. അറ്റ് എ മോർ കോംപ്ലക്സ് ഫോം ഇൻ ഈച്ച് ടൈം. അപ്പോൾ ഓരോരോ പ്രാവശ്യം പഠിപ്പിക്കുമ്പോൾ പ്രോപ്പർ ആ ഒരു പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യുന്നു, ദെൻ അതിൻ്റെ അടുത്ത ലെവൽ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അവർ ആ ഒരു ലെവൽ നോക്കുന്നു, നെക്സ്റ്റ് ലെവൽ, അങ്ങനെ രീതിക്കാണ് പോകുന്നത് കേട്ടോ. ദിസ് ഇസ് ദ ഐഡിയ ഓഫ് സ്പൈറൽ കരിക്കുലം, ടു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ടു സിംപ്ലർ ഫോം ടു ദ ചൈൽഡ് at a very young age and then repeatedly teach the subject to the child in more elaborate and concept form as the child progresses from lower to higher classes. അപ്പോൾ ഒരു കൺസെപ്റ്റ് ആദ്യം സിംപ്ലർ ഫോമിൽ കുട്ടിക്ക് കൊടുക്കുന്നു, അതിനുശേഷം ഓരോരോ ലോവർ നിന്ന് ഹയർ ക്ലാസ്സസ് പോകുന്നതോറും അതിൻ്റെ കുറച്ച് കോംപ്ലക്സിറ്റി കൂട്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ സ്പൈറൽ കരിക്കുലത്തിൽ വരുന്ന സംഭവം. അക്കോർഡിംഗ് ടു ബ്രൂണർ ദ കരിക്കുലം ഷുഡ് ബി ഓർഗനൈസ്ഡ് ഇൻ എ സ്പൈറൽ മാനർ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കരിക്കുലം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു സ്പൈറൽ മാനറിലായിരിക്കണം ഓർഗനൈസ് ചെയ്യേണ്ടത്. സോ ദ സ്റ്റുഡൻസ് കണ്ടിന്യൂലി ബിൽഡ് വാട്ട് ദേ ഹാവ് ഓൾറെഡി ലേൺ. അപ്പോൾ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ കുറച്ച് കൂടുതൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരുമ്പോൾ ആ സെക്കൻഡിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഓരോരോ ലോവർ ടു ഹയറിലോട്ട് പോകും തോറും ആ ഒരു നോളജിനെ കൂടെ പുതിയ അറിവ് അങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്നതാണ്. ആ ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന ലെവലിലോട്ട് പോകണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന കൺസെപ്റ്റ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. അക്കോർഡിംഗ് ടു ബ്രൂണർ, ഫോർ മോർ ഇഫക്റ്റീവ് ലേണിംഗ് എനി കൺസെപ്റ്റ് ഷുഡ് ബി ടോട്ട് ഇൻ ഫസ്റ്റ് ഇൻ ഇനാക്റ്റീവ്, ദെൻ ഐക്കോണിക്, ദെൻ ഫൈനലി ഇൻ സിംബോളിക് ഫോം. അപ്പോൾ ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഒരു ഇഫക്റ്റീവ് ലേണിങ്ങിന് ഏതൊരു കൺസെപ്റ്റും എന്തായിരിക്കണം, ഫസ്റ്റ് അത് ഇനാക്റ്റീവ് സ്റ്റേജ്, അതായത് ഇനാക്റ്റീവ് മീൻസ് എന്താണ്, ആ ഒരു ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കണം ആദ്യം പ്രസൻറ്റ് ചെയ്ത്, ദെൻ അതിൽ ഐക്കോണിക്സിലൂടെ ആയിരിക്കണം, ദെൻ എന്തായിരിക്കണം സിംബോളിക് ഫോമിലായിരിക്കണം പഠിപ്പിക്കേണ്ടത്. ദീസ് ലീഡ്സ് ആസ് ടു പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ദാറ്റ് ലേണിംഗ് പ്രൊസീഡ്സ് ഫ്രം കോൺക്രീറ്റ്, പിക്ടോറിയൽ, അബ്സ്ട്രാക്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് വേറൊരു വേർഷനിൽ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഇനാക്റ്റീവ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആക്ഷൻസിലൂടെ ആക്ടിവിറ്റീസിലൂടെയാണ് പഠിക്കുന്നത്. സോ അവിടെ കോൺക്രീറ്റിൽ നിന്നും പിന്നീട് എന്തിലേക്ക് മാറുകയാണ്, ദെൻ ഐക്കോണിക്, പിക്ടോറിയലിലോട്ട് അല്ലെങ്കിൽ പിക്ചേഴ്സിലൂടെ പഠിക്കുന്നു, ദെൻ അതിന് ശേഷമാണ് എന്താണ് സിംബോളിക് ഫോം, ദാറ്റ് മീൻ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ എന്ത് ചെയ്യാൻ പറ്റില്ല, ആദ്യം തന്നെ നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ആബ്സ്ട്രാക്ട് ഫോമിലേക്ക് പഠിപ്പിക്കുന്നതിനേക്കാളും ബെറ്റർ എന്താണ് ഈ പറഞ്ഞ രീതിക്കായിരിക്കുന്നത്, കോൺക്രീറ്റ്, പിക്ടോറിയൽ, ആബ്സ്ട്രാക്ട് എന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ബ്രൂണർ ബിലീവ്സ് ദാറ്റ് എനി സബ്ജക്ട് ക്യാൻ ബി ടോട്ട് ടു എനി ചൈൽഡ് അറ്റ് എനി ഏജ് ഇൻ സം ഫോം ഓർ അതർ ഇഫ് ദ പ്രോപ്പർ ടീച്ചിങ് ടെക്നിക് ഫോക്കസിസ് ഓൺ ദ ചൈൽഡ്സ് ഡെവലപ്മെൻറ്റൽ ലെവൽ ഈസ് യൂസ്ഡ്. അപ്പോൾ ഇദ്ദേഹം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏതൊരു കുട്ടിയെയും ഏതൊരു സബ്ജക്റ്റ് ഏതൊരു കൺസെപ്റ്റ് നമുക്ക് ഏതൊരു സ്റ്റേജിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അത് എങ്ങനെയായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ടെക്നിക്ക് ഫോക്കസ് ചെയ്തിട്ട് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ലെവൽ അനുസരിച്ച് ആ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യുവാണ് നമുക്ക് ഏതൊരു കാര്യം പഠിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ബ്രൂണർ ദ കരിക്കുലം ഷുഡ് ബി എന്തായിരിക്കണം, സ്പൈറൽ ആയിരിക്കണം അല്ലേ. ദാറ്റ് ഈസ് ദ കരിക്കുലം ഇൻ വിച്ച് ദ കൺസെപ്റ്റ്സ് ആർ തോട്ട് റിപ്പീറ്റഡ്ലി. അപ്പോൾ കൺസെപ്റ്റ്സ് റിപ്പീറ്റഡ്ലി ആയിട്ട് നമ്മൾ പഠിപ്പിക്കണം. ബിൽഡിംഗ് അപ്പോൺ ദം ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിലായിരിക്കണം ഫോം അൺടിൽ ദ സ്റ്റുഡൻസ് ഹാവ് ഗ്രാസ്പ്ഡ് ദ കൺസെപ്റ്റ് ഫുള്ളി. അപ്പോൾ ഓരോരോ
ലെവലിൽ മാറും തോറും ആ ഒരു കൺസെപ്റ്റ് ഫുള്ളി മനസ്സിലാക്കുക. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്യുക, ആ രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ദെൻ ബ്രൂണർ ബിലീവ്സ് ദാറ്റ് വി ഷുഡ് ടീച്ച് എവറി കൺസെപ്റ്റ് ഫ്രം എന്തായിരിക്കണം സിമ്പിൾ ടു കോംപ്ലക്സ് വൺ എന്ന രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പഠിപ്പിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൂണറുടെ തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇംപ്ലിക്കേഷൻസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ദെൻ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന ഡിസ്കവറി ലേണിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ദെൻ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ളത്, ദെൻ ഏതൊരു കൺസെപ്റ്റ് ഷുഡ് ബി തോട്ട് ഇൻ ഫസ്റ്റ് ഇൻ ഇനാക്റ്റീവ് ഫോമിലേക്ക്, ദെൻ ഐക്കോണിക് ഫോം, ദെൻ ഇൻ ഫൈനലി ഇൻ സിംബോളിക് ഫോം. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ബ്രൂണർ തിയറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ക്ലാസ് എല്ലാവരിലോട്ടും എത്തുന്നത്. അപ്പോൾ മാക്സിമം ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.